വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാ സഹോദരിമാർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ്. സഹോദരിമാർക്ക് വീട്ടിലുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വലിയ ടെൻഷൻ ഉണ്ടാകില്ല. പക്ഷേ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വല്ല ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നല്ല പേടിയാണ് മിക്ക സഹോദരിമാർക്കും. ഈ ഭക്ഷണം എല്ലാവർക്കും തികയുമോ എന്ന പേടി, അതുപോലെ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇത് റെഡി ആവോ എന്ന പേടി, അതുപോലെ ഉപ്പോ എരിവോ കൂടുമോ എന്ന പേടി. എല്ലാവർക്കും ഈ ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു, ഉണ്ടാക്കിയ ഭക്ഷണമെല്ലാം ടേസ്റ്റ് ഉണ്ടായാൽ മതി എന്നെല്ലാമുള്ള ഭയം എല്ലാ സഹോദരിമാർക്കും ഉണ്ടാവും. വന്ന ഗസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിയുന്നവരെ ഒരു സമാധാനവും ഉണ്ടാകില്ല. നമ്മുടെ വീട്ടിൽ വന്ന ഗസ്റ്റ് നല്ല ടേസ്റ്റുള്ള ഫുഡ് എങ്ങനെയാ ഉണ്ടാക്കിയത് എന്നെല്ലാം പറഞ്ഞു കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഉള്ള ഈ പേടി എല്ലാം മാറാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ രുചിയോടെ ഭക്ഷണം റെഡിയായി കിട്ടാനും ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടാനും ആഗ്രഹമുണ്ടോ? ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, എൻ്റെ വീട്ടിൽ എന്ത് സൽക്കാരം നടത്തിയാലും ഭക്ഷണം തികയാതെ വരുന്നു, ഒരു ബർക്കത്ത് ഇല്ലാതെ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിയോട് പറഞ്ഞു, ഭക്ഷണം പാചകം ചെയ്യുന്ന സമയം ആയത്തുൽ കുർസി ഓതിയിരുന്നില്ലേ? ഇനി ആയത്തുൽ കുർസി അല്ലാതെ ഈ സൂറത്ത് ഓതിയാലും നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഭക്ഷണം രുചിയോടെ കൂടെ ഉണ്ടാക്കാൻ കഴിയും. ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് സൂറത്തുൽ ഖുറൈശ് 3 തവണ ഓതി ബിസ്മി ചൊല്ലി ഭക്ഷണം ഉണ്ടാക്കുക. നമ്മുടെ വീട്ടിൽ ഉള്ളവരും വീട്ടിലേക്ക് ഗസ്റ്റായി വരുന്നവരും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നല്ല രുചിയോടെ ആസ്വദിച്ച് കഴിക്കാനും ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകാനും സൂറത്തുൽ ഖുറൈശും ആയത്തുൽ കുർസിയും ഓതിയ ശേഷം ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ മറക്കരുത് ട്ടോ സഹോദരിമാരെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം.